രാഹുൽ ഗാന്ധിയുടെ ആസാമിലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുകയാണ്. ഇന്ത്യയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും, അതായത് എല്ലാ ഗോദി മീഡിയകളും ഈ വീഡിയോ പങ്കുവച്ചു എന്ന് പറഞ്ഞാൽ എത്ര വൈറലാണ് ഇത് എന്ന് ഊഹിക്കാമല്ലോ. ജനകോടികൾ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തുളുമ്പിയ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. അതുപോലെ രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്ത കാര്യം നരേന്ദ്രമോദി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആരാധികയായ മണ്ഡിയിലെ മണ്ഡിയായ MP കൊണകൊണ റണ്ണൌട്ട് ഇത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ഇക്കാര്യങ്ങളും നമുക്ക് വ്യക്തമായി കാണാം. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി നമ്മുടെ ചാനലിന് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് വേണ്ടി നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാഹുൽ ഗാന്ധി മാർഷൽ ആർട്സുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ നീന്തൽ, റണ്ണിംഗ് തുടങ്ങിയ സ്പോർട്സുകളും സ്ഥിരമായി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം മുൻപ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ളത്. സ്പോർട്സ് കോട്ടയിലാണ് അദ്ദേഹത്തിന് ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയും വിവേകവും കഴിവും മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, മറിച്ച് അദ്ദേഹം ഒരു സർവകലാ വല്ലഭൻ ആണ്. ആസാമിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന ഒരു കാര്യമാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ സർവ്വ റെക്കോർഡുകളും തകർത്ത അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കണ്ടുകൊള്ളൂ. കണ്ടല്ലോ അദ്ദേഹം അമ്പ് ചെയ്യുന്നത്. വളരെ കൃത്യമായി തന്നെ, ശരിയായി തന്നെ അദ്ദേഹം അമ്പ് ചെയ്തു എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇത് വൈറലാവുന്നത് അത് കഴിഞ്ഞ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ എക്സ്പ്രഷനിൽ നിന്നാണ്. നമ്മൾ ഇപ്പോൾ കണ്ടത് മോദിയുടെ മുതലാളിയായ മദാനിയുടെ NDTV ഇത് പങ്കുവച്ച ദൃശ്യങ്ങളാണ്. മറ്റൊരു ദേശീയ മാധ്യമമായ ABP ന്യൂസ് ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കൊടുത്ത വാർത്തയാണ് ഇത്. രാഹുൽ ഗാന്ധി അമ്പ് ചെയ്ത ശേഷമുള്ള റിയാക്ഷനാണ് വൈറലാകുന്നത് എന്ന് പറഞ്ഞ് അവർ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: ആസാമിലെ ബിശ്വനാഥിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ രാഹുൽ ഗാന്ധി സിംബോളിക്കായി ഒരു അമ്പ് എയ്തു. അത് വലിയ ദൂരത്തിലും ഉയരത്തിലും പോയപ്പോൾ രാഹുൽ ഗാന്ധി സ്വയം അന്താളിച്ചു പോയി. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ പ്രതികരണം കണ്ടുകൊള്ളൂ എന്ന് മറ്റ് ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത പങ്കുവച്ചത് കണ്ടുകൊള്ളൂ. ഇന്ത്യ ടുഡേ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധിയുടെ ആസാമിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറൽ ആയിരിക്കുകയാണ്. ഈ ക്ലിപ്പിൽ അദ്ദേഹം ഒരു ട്രഡീഷണൽ അമ്പും വില്ലും ട്രൈ ചെയ്യുകയാണ്. അമ്പ് ചെയ്ത് കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ സ്പോണ്ടേനിയസ് ആയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ശ്രദ്ധ നേടുകയും വളരെയധികം ആളുകൾ ഈ നിമിഷം ഓൺലൈനിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്ന് TV9 ഭാരത്വർഷ് ഇത് പങ്കുവച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: ആസാമിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടയുള്ള രാഹുൽ ഗാന്ധിയുടെ അമ്പ് ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരിക്കുകയാണ്. അമ്പ് ചെയ്ത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് വന്ന പ്രതികരണമാണ് വൈറലാവുന്നത്. ആ വീഡിയോ കണ്ടുകൊള്ളൂ. ഇനി സംഘികളുടെ ദൈവമായ നരേന്ദ്രമോദി അമ്പ് ചെയ്യുന്ന ചില ദൃശ്യങ്ങൾ കാണാം. ഡൽഹിയിലെ ദസറ ആഘോഷങ്ങൾക്കിടെ നരേന്ദ്രമോദി അമ്പ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത്. On your screens right now is Prime Minister Modi and the former Prime Minister Manmohan Singh kick-starting those Dussehra celebrations with that shot from the arrow being fired towards Ravan. Today, and that will mark the end of Dussehra. മോദിയുടെ കയ്യിൽ നിന്ന് അമ്പ് പോയില്ല എന്ന് മാത്രമല്ല, അതേപടി നിൽക്കുകയാണ്. അത് മാത്രവുമല്ല, അവസാനം കൈകൊണ്ട് അത് എടുത്ത് എറിയുകയാണ് മോദി ചെയ്തത്. ഇത്ര മിടുക്കനായ ഒരു പ്രധാനമന്ത്രിയെ സംഘികൾക്ക് കിട്ടിയത് സംഘികളുടെ ഭാഗ്യമല്ലാതെ എന്താണ്? ഇത് പങ്കുവച്ചുകൊണ്ടുള്ള അവരുടെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ പറയുന്നത്
മോദിക്ക് അമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, അവസാനം എടുത്ത് എറിയുകയാണ് എന്നാണ്. ഇവിടെ ഈ വീഡിയോയിൽ മോദി അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടി കയ്യിൽ പിടിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം മോദിക്കറിയാം മോദി ശ്രമിച്ചാൽ അത് നടക്കുകയില്ല എന്ന്. മോദി രാജ്യം ഭരിക്കുന്നത് പോലെ തന്നെയാണ് മോദിയുടെ അമ്പ് ചെയ്യാനുള്ള കഴിവും. ഒന്നും നടക്കുകയില്ല, നശീകരണം മാത്രമാണ് അറിയാവുന്നത്. ഒരു വർഷം മുൻപ് ദസറയ്ക്ക് മോദി അമ്പ് ചെയ്ത ദൃശ്യമാണ് ഇത്. अर्थात राष्ट्र सर्वोपरि और अब दहन होगा. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരോ നേരെ നിലത്ത് വീഴുകയാണ് എന്നുള്ളതാണ്. എന്നാൽ മോദിയുടെ ഗോദി മീഡിയ മോദി വില്ലു കൊലയ്ക്കുന്ന ആ രംഗം കാണിച്ച ശേഷം പിന്നീട് കാണിക്കുന്നത് രാവണനെയാണ്, മോദിയുടെ മുഖം മിനുക്കാനുള്ള നാണംകെട്ട പരിപാടി. ഇനി മോദി പല അവസരങ്ങളിൽ അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും രാഹുൽ ഗാന്ധി അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത ഈ വീഡിയോ കണ്ടുകൊള്ളൂ. Not bad, not bad. Now you. കണ്ടല്ലോ അല്ലേ, അതാണ് സാക്ഷാൽ വിശ്വഗുരുവും യഥാർത്ഥ വിവരവും വിവേകവും ഉള്ളവനും തമ്മിലുള്ള വ്യത്യാസം. അവസാനമായി രാഹുൽ ഗാന്ധിയെ തരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കുന്ന മണ്ടിയിലെ മണ്ടിയായ MP കൊണകൊണ റണ്ണൌട്ട് കഴിഞ്ഞ ദസറയ്ക്ക് അമ്പ് ചെയ്ത ദൃശ്യങ്ങൾ കാണാം. മണ്ടന്മാരായ സംഘികൾ വളരെ ആവേശത്തോടെ ജയ് ശ്രീറാം വിളിക്കുന്നുണ്ട്. ഏതൊരു പരിപാടിക്കും ജയ് ശ്രീറാം വിളിക്കാതെയുള്ള ഒരു പരിപാടി അവർക്കില്ല. പക്ഷെ എന്തിനാണ് ഈ മണ്ടി ഇത് ചെയ്യുമ്പോൾ ഭഗവാൻ രാമനെ അപമാനിക്കുന്നതിന് വേണ്ടി സംഘികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവനെയൊക്കെ കൈ കിട്ടിയാൽ അവന്റെ ചെകിട്ടത്ത് രാമൻ അടിക്കുമെന്ന് ഉറപ്പാണ്. എന്തിനേറെ പറയുന്നു, കൊണകൊണയും ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടാണ് അമ്പ് കയ്യിൽ നിന്ന് നേരെ നിലത്ത് ഇടുന്നത്. സംഘികൾക്ക് ഇതിനൊക്കെ കഴിയൂ. വീണ്ടും എടുത്തു കൊടുക്കുകയാണ്. പിന്നെയും ചങ്കരൻ തെങ്ങേല് എന്ന് പറഞ്ഞതുപോലെ അത് നേരെ താഴോട്ട് വീഴുന്നു. എന്നാൽ വളരെ വിദഗ്ധനായ ഒരു സംഘി അവന്റെ വൈദഗ്ധ്യം കൊണ്ട് 3-ാം പ്രാവശ്യം ഇത് നടത്തിയിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കങ്കണയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തേർഡ് ടൈം ഈസ് എ ചാം എന്നല്ലേ പറയുന്നത്. ഇക്കുറി അവൻ പൊളിക്കും എന്ന് ഉറപ്പാണ്. അത് നേരെ താഴോട്ട് വീണതിനാൽ അതിന്റെ ദൃശ്യങ്ങൾ ഗോദി മീഡിയ കാണിക്കുന്നില്ല. പിന്നീട് ഒരു മൂത്ത സംഘിയും പഠിപ്പിക്കുകയാണ്. പുള്ളിയാണ് ശാഖയിലെ മൂത്ത സംഖ്യാധ്യാപകൻ. അതും പരാജയപ്പെട്ടു എന്നതിനാൽ 4-ാം പ്രാവശ്യത്തേതും മീഡിയകൾ കാണിച്ചില്ല. സർവകലാ വല്ലഭനായ രാഹുൽ ഗാന്ധി എവിടെ കിടക്കുന്നു? എട്ടും പൊട്ടും തിരിയാത്ത സംഘികൾ എവിടെ കിടക്കുന്നു? ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന നേതാവിനെയാണ് ലഭിക്കുക എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?